Hello friends, എല്ലാവർക്കും TechTalks-ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ Adobe Lightroom മൊബൈലിന്റെ ഒരു സീരീസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ Adobe Lightroom മൊബൈലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേർക്ക് ഉപയോഗപ്പെട്ടു എന്ന് അറിഞ്ഞു, കേട്ടതിൽ സന്തോഷം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫോട്ടോസിനെ വേറൊരു ലെവലിൽ ഫോട്ടോ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് PicsArt വെച്ചിട്ടാണ് ചെയ്തത്. അതൊരു സീരീസ് ആയിരുന്നു, പ്ലേ വിത്ത് PicsArt എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു സീരീസിന് Adobe Lightroom മൊബൈലിന് കിട്ടിയ അത്രയും ആ ഒരു റീച്ചും കാര്യങ്ങളും കിട്ടിയില്ല. ഞാനിതിപ്പോൾ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പുതിയൊരു സീരീസോടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സീരീസിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ക്രിയേറ്റീവ് എന്നുള്ളതാണ്. സോ എന്താണ് ഈ സീരീസ് എന്നുള്ളത് ഞാൻ ചുരുക്കി പറയാം. നമ്മൾ നമ്മുടെ ഫോൺ, അതായത് സ്മാർട്ട് ഫോൺസിനെ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ലെവലിൽ യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇതിനകത്ത് എഡിറ്റോഗ്രഫി ടിപ്സ് വരും, അതുപോലെ മൊബൈൽ ഫോട്ടോഗ്രാഫി ടിപ്സും ട്രിക്സും വരും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ്, അതുപോലെ തന്നെ ഫോട്ടോസ് എങ്ങനെ നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് റീക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കും. ഇതിലൂടെ നിങ്ങൾക്ക് PicsArt, Lightroom, Adobe Lightroom മൊബൈൽ, എലൈറ്റ് മോഷൻ, കൈൻമാസ്റ്റർ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനെ പറ്റിയിട്ട് ഒരു നല്ല ഐഡിയ കിട്ടും. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെല്ലൈക്കൺ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാം ഫീഡ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ കണ്ടു. നോക്കുമ്പോൾ ഈ ഫോട്ടോ PicsArt വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോ ആണ്. പക്ഷേ പലർക്കും ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ നമ്മൾ PicsArt ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് നോക്കാനായിട്ട് പോവാണ്. സോ വിത്തൗട്ട് എനി ഫർദർ അഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇത്തരത്തിലൊരു ആർട്ട് വർക്ക് നമുക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ക്യാൻവാസ് PicsArtനകത്ത് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്വൈപ്പ് ചെയ്ത് വരുമ്പോൾ പിക്ക് ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഡയമെൻഷൻസ് സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു വിൻഡോയാണ് വരുന്നത്. ഇതിൽ നിന്ന് ഞാൻ 2000x2500 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയമെൻഷൻസിൽ ഒരു ക്യാൻവാസ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു ക്യാൻവാസ് PicsArt ഡ്രോനകത്താണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിന് നമുക്ക് PicsArtലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ടോപ്പ് റൈറ്റ് കോർണറിൽ ഒരു ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് PicsArtനകത്ത് ഓപ്പൺ ചെയ്ത് വരും. ഇനി ഈ ക്യാൻവാസിനകത്താണ് നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ആർട്ട് വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിക്കർ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഈ PicsArt എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിനകത്തുണ്ട്. സോ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫോട്ടോനകത്ത് നമുക്കൊരു ഫോർഗ്രൗണ്ട് ഉണ്ട്, ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഈ 3 സംഭവത്തിൻ്റെ റിഫ്ലക്ഷനും ഉണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. അതായത് ഒരു സ്കൈ ആണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആഡ് ഫോട്ടോയിൽ പോയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡിവൈസിലുള്ള പിക്ചേഴ്സ് തന്നെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇമേജ് സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈവനിങ് സ്കൈ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാണ്. ഈവനിങ് സ്കൈ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് PicsArtൻ്റെ സെർവറിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം. അതുപോലെ തന്നെ ഷട്ടർ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ അൺസ്പ്ലാഷിൽ നിന്ന് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അൺസ്പ്ലാഷിൽ നിന്ന് പോയിട്ട് നമുക്ക് വേണ്ട ഒരു ഫോട്ടോ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ PicsArtനകത്ത് ഓപ്പൺ ആവും. ഇപ്പോൾ നമുക്ക് വേണ്ട ഫോട്ടോ നമ്മൾ PicsArtനകത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് കറക്റ്റ് സൈസ് ചെയ്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വെക്കുകയാണ്. ഈ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ കണ്ട ഫോട്ടോനകത്ത് നമുക്ക് റിഫ്ലക്ഷനും വരുന്നുണ്ട്. സോ അതും കൂടെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ താഴത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് ബാക്ക്ഗ്രൗണ്ടായിട്ട് വെക്കാൻ. ഇനി ഇതിൻ്റെ റിഫ്ലക്ഷൻ എങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇവിടെ ഏറ്റവും മുകളിലൊരു ഇറേസറിൻ്റെയും അതുപോലെ നമുക്ക് ലെയറിൻ്റെയും ഓപ്ഷൻസ് കാണുന്നുണ്ട്. അതിൽ ലെയറിൻ്റെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴത്ത് ഫ്ലിപ്പ് റൊട്ടേറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഓപ്ഷൻ കാണും, അതിൽ പോയിട്ട് വെർട്ടിക്കൽ അലൈൻമെൻറ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ നേരെ തിരിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇനി ഇത് നമ്മൾ കറക്റ്റ് നമ്മുടെ താഴത്തെ ആ ഒരു സ്പേസിനകത്തോട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഈ റിഫ്ലക്ഷൻ ഒന്ന് ബ്ലർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് താഴത്തെ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്തോട്ട് പോവുക. അതിനകത്തോട്ട് പോയിട്ട് നമ്മൾ ബ്ലർ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും റൈറ്റ് സൈഡിൽ മോഷൻ ബ്ലർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും, അതിൽ പോയിട്ട് അതിൻ്റെ ഫെയ്ഡും അതുപോലെ ആംഗിളും ഡിസ്റ്റൻസും നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ആ ഒരു റിഫ്ലക്ഷൻ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫോർഗ്രൗണ്ട് ആണ്, അതല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു പ്ലേസ് ആണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് സ്റ്റിക്കർ ആഡ് ചെയ്യാൻ പോവുകയാണ്. സ്റ്റിക്കറിൽ പോയിട്ട് ഞാൻ ഗ്രാസ് എന്ന് സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഗ്രാസിൻ്റെ സ്റ്റിക്കേഴ്സ്, നമുക്ക് PNG ഇമേജസ് നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് നമുക്ക് വേണ്ട ഒരു സ്റ്റിക്കർ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് പൊസിഷൻ കറക്റ്റ് ആക്കി വെക്കുക.
ഇനി നമുക്ക് ഇതിൻ്റെ റിഫ്ലക്ഷൻ നേരത്തെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ റിഫ്ലക്ഷൻ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോർഗ്രൗണ്ടിൻ്റെ റിഫ്ലക്ഷൻ എടുക്കാവുന്നതാണ്. ഫ്ലിപ്പ് റോട്ടേറ്റിൽ പോവുക, എന്നിട്ട് വെർട്ടിക്കൽ അലൈൻമെൻറ്റ് കൊടുക്കുക. ഇനി ജസ്റ്റ് നമ്മൾ എഫക്ട്സിൽ പോയിട്ട് ഇതൊന്ന് ബ്ലർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫോർഗ്രൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു സബ്ജക്റ്റും പിന്നെ ആ ഒരു സബ്ജക്റ്റിൻ്റെ റിഫ്ലക്ഷനും. നമ്മുടെ നേരത്തെ ഫോട്ടോയിൽ സബ്ജക്റ്റ് ഒരു പൂച്ചയാണ്. അപ്പോൾ പൂച്ചയുടെ ഒരു PNG ഇമേജ് നമുക്ക് വേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ സ്റ്റിക്കർ ആഡ് ചെയ്ത പോലെ തന്നെ ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റിക്കറിലോട്ട് പോവുക. കാറ്റ് PNG എന്ന് സെർച്ച് ചെയ്യുക. കാറ്റ് PNG എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് ഇമേജസ് നമുക്ക് കിട്ടും. ഇതിനകത്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു PNG ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു PNG ഇമേജിനകത്ത് അതായത് ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട്. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് താഴത്ത് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് രണ്ടും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് പൊസിഷനിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ആവശ്യം. ഇതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ കണ്ട ആ ഒരു ഫോട്ടോനകത്ത് റിഫ്ലക്ഷനായിട്ട് ഈ ഒരു പൂച്ചയല്ല, പകരം ഒരു സിംഹമാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സിംഹത്തിൻ്റെ PNG ഇമേജും കൂടെ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പൂച്ചയുടെ PNG ഇമേജ് എങ്ങനെയാണ് എടുത്തത് അതേപോലെ തന്നെ നമുക്ക് സിംഹത്തിൻ്റെ PNG ഇമേജ് എടുക്കാവുന്നതാണ്. സോ താഴത്തെ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, സ്റ്റിക്കറിൽ പോവുക, ലയൺ എന്ന് സെർച്ച് ചെയ്യുക. ലയൺ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് PNG ഇമേജസ് നമുക്ക് കിട്ടും. ഇതിന് നമുക്ക് ആവശ്യമുള്ള ഒരു PNG ഇമേജ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ നമുക്കിത് ഫ്ലിപ്പ് റൊട്ടേറ്റ് ചെയ്യാം, കറക്റ്റായിട്ട് വെക്കാം. ഓക്കെ, ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഇതൊന്ന് ബ്ലർ ചെയ്യും കൂടെ ചെയ്യാം. ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ഇതിനകത്ത് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂണിനെയും കൂടെ, അതായത് ഒരു ചന്ദ്രനെ കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഫോട്ടോ ഇനി എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ മാറ്റാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് ഫോട്ടോസ് ആഡ് ചെയ്യേണ്ടതും അതുപോലെ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യേണ്ടതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഞാനിവിടെ മൂണെന്ന് സെർച്ച് ചെയ്യാണ്. നമുക്ക് ഒരുപാട് മൂണ് കിട്ടും. മൂണൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു മൂണിൻ്റെ പിക്ചർ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പൊസിഷനിൽ വെക്കാം. പൊസിഷനിൽ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ബ്ലെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയി സ്ക്രീൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ആ ഒരു നമുക്ക് വേണ്ട രീതിയിലുള്ള ആ ഒരു മൂണിൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് താഴത്ത് റിഫ്ലക്ഷനായിട്ട് വെക്കാവുന്നതാണ്. ജസ്റ്റ് ഇതൊന്ന് ബ്ലർ ചെയ്യാം നമുക്ക്. ഓക്കെ, നമ്മുടെ ഫോട്ടോ ഏറെക്കുറെ ശരിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ പിക്സാർട്ടിനകത്ത് തന്നെ സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് ലൈറ്റ് റൂമിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് കളർ ഗ്രേഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതിന് നിൽക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആർട്ട് വർക്ക് പിക്സാർട്ട് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് റൂമിനകത്തോട്ട് കയറ്റിയിട്ട് കളർ ഗ്രേഡ് ചെയ്യാം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മരങ്ങളും കാര്യങ്ങളും പിന്നെ ഒരു കുന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ആകാശത്ത് കുറച്ച് നക്ഷത്രങ്ങൾ ആഡ് ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ക്രിയേറ്റിവിറ്റി. സോ ഞാൻ ഇന്ന് ഇത്രയാണ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും എഡിറ്റിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിക്സാർട്ടിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിക്സാർട്ട് വെച്ചിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് നല്ല ഫോട്ടോസും ആർട്ട് വർക്ക്സും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. ബൈ.